നമസ്കാരം, ബിഗ് പ്രാങ്ക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് നെയ്യാറ്റിൻകര ധനുവച്ചപുരത്തെത്തി. ഇവിടെ അനീഷ് ഒരാളെ ഞങ്ങളുടെ മുന്നിൽ എത്തിക്കുകയാണ്. പുള്ളിക്കാരിക്ക് അവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി പോരാ, അവർക്ക് പുതിയൊരു ജോലി ഇവിടെ സംഘടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും അവർക്കൊരു പണി കൊടുക്കാൻ തീരുമാനിച്ചു. കാണാം. കസേര എടുക്കുക, ഇവിടെ വെയില്. ഇത് അനീഷന്റെ ബന്ധു പറഞ്ഞൂടെ? കറണ്ട് വന്നു ഇനി ആത്തിരിക്കും. കറണ്ട് ചേച്ചി റെയിൽവേയിലെ ഇൻസ്പെക്ഷൻ ഓഫീസറാണ്. രണ്ടു ദിവസം കൊണ്ട് ഉണ്ടാവും. ഞാൻ അപ്പുറത്ത് അതിന് നോക്കാനായിട്ട് പോയപ്പോഴേ ട്രെയിൻ വന്ന് ഞാൻ പെട്ടെന്നേ അങ്ങോട്ട് മാറി എന്റെ കൂടെ പോയി. അപ്പൊ ചാടി ഇപ്പുറത്തോട്ട് ഇറങ്ങി വേഗം. അത് കാര്യം. പേരെന്തുവാ? ഒഴിവുണ്ട്, കൊറേ ഒഴിവുണ്ടല്ലോ, അറിയാലോ. ഡെയിലി വേഴ്സ് ആയിട്ട് എടുക്കുന്നുണ്ട്. ശമ്പളം ഉണ്ട്, പക്ഷെ അവര് പറയുന്ന സ്ഥലത്ത് നമ്മൾ പോണം. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ കിട്ടണമെന്നില്ലല്ലോ, നമ്മുടെ ജില്ല തന്നെ കിട്ടണമെന്നില്ലല്ലോ. അവരെവിടാണ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് എവിടെ സെലക്ഷൻ കിട്ടുന്നത് അവിടെ പോകേണ്ടത് പോണല്ലേ. സാറിന്റെ കൂടെയാ. ഇപ്പൊ രണ്ടുപേരും ഞങ്ങള് കയറ്റി വിട്ട്. അതിലൊരാൾക്ക് ആലപ്പുഴയിലാ കിട്ടിയത്. എന്തോരം പഠിച്ച അത് കുഴപ്പമില്ല. എന്നാലും 10ാം ക്ലാസ് ഉണ്ടല്ലോ, അത് മതി. അപ്പൊ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും കിട്ടൂല്ലേ? അതിപ്പോ എന്നോട് അജീഷ് പറഞ്ഞത് ഉണ്ടോ? ചില പൈസ കൊടുക്കേണ്ടി വരുമായിരിക്കും ചിലപ്പോ. നമുക്ക് നോക്കാം, പൈസ കൊടുക്കാതെ അങ്ങനെ എന്തെങ്കിലും വേക്കൻസി വല്ല ഉണ്ടോ നമുക്ക്. എന്നാലും എന്തെങ്കിലും ഒന്ന് കൊടുക്കേണ്ടി വരുമായിരിക്കും. ഇപ്പൊ ജോലി ഇപ്പൊ നമുക്ക് പിന്നെ ഇവിടെ ഇത് ഹരിതകർമ്മക്ക് ഇപ്പൊ എത്ര നാളായി കയറിയിട്ട്? 5 വർഷം. എങ്ങനെയുണ്ട്? സാലറി ഒക്കെ കുഴപ്പമുണ്ടോ? ഓ, നിങ്ങൾ ഈ വീടുകളിൽ വന്ന് പിരിക്കുന്ന പൈസയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, അല്ലാതെ നിങ്ങൾക്ക് ശമ്പളം ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ ക്ഷേമനിധി എന്തോ ചേർപ്പെന്ന് പറയുന്നുണ്ട്. അടുത്ത സീക്കയാണ് വീണ്ടും വരണമെങ്കിൽ ക്ഷേമനിധി ചേർക്കുന്നു. അപ്പൊ ഞാൻ കേട്ടോ, ഒരു വീട്ടിൽ ചെന്ന് കയറിയാലോ എത്ര കിട്ടും? 50 രൂപയോ? 50 രൂപ. നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്നും തരുന്നില്ലേ? ഇല്ല, പഞ്ചായത്ത് എന്ത് കിട്ടാം? അയ്യോ, നിങ്ങളതിന് ശരിക്കും കഷ്ടപ്പെടുന്നുണ്ടല്ലോ. അതല്ലേ ഈ വെയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഇരിക്കണത്. ഞാൻ കരുതി എങ്ങനെന്നറിയാമോ, ഇപ്പൊ നമ്മുടെ വീടുകളിൽ വന്ന് എടുക്കുന്നുണ്ട്, 50 രൂപ കൊടുക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് സർക്കാരിന്റെ ശമ്പളം കൃത്യമായിട്ട് ഒരു ഫിക്സഡ് റേറ്റ് ശമ്പളം ആണെങ്കിൽ വീടുകളിൽ 50 വാങ്ങേണ്ടി വരില്ല. വേസ്റ്റ് മാത്രം എടുത്താൽ മതി. ഇപ്പൊ അങ്ങനെ ഇല്ലാത്തത് കാരണം നിങ്ങൾ ഒരാളല്ലല്ലോ വന്ന് എടുക്കുന്നത്. ഈ 50 രൂപ ഒരാൾക്കാണോ ഉള്ളത്? ഏരിയയിലുള്ള ഇത്രയും ഭാഗത്തുള്ളത് ഞാനാണ് പറഞ്ഞത്. അപ്പൊ എന്റെ പൈസയാണ്. വേറൊരാൾക്ക് അപ്പുറത്തെ ഏരിയ, അപ്പൊ അവർക്ക് അവിടെ ഓരോ ഏരിയയിൽ പോകുമ്പോ എല്ലാ മാസവും പോകും. അങ്ങനെയാണ്? എല്ലാ മാസം 2-3 തവണയൊക്കെ പോവില്ലേ? ഇവിടെ കൊച്ചു കടയിൽ തന്നെ വെക്കാത്തില്ല, തട്ടുകടയല്ല, അല്ലാതെ ആൾക്കാർ കടം വാങ്ങി പറ്റ് ബുക്ക് മാത്രം കാണുക. അത് ശരിയാ, കടം കൊടുത്തേച്ച് പിന്നെ പൈസക്ക് കിടക്കണം. എന്തിനാ? അല്ലെ, മേടിക്കുന്നവർക്ക് ഒരു മര്യാദ വേണം. ആദ്യമേ എഴുതണം കടം വാങ്ങാൻ പാടില്ല. അനീഷ് ഇരിക്കും. അനീഷ് ഇരുന്നോ, അവന് പറ്റിയ കസര അവിടെ ചെറിയ കസര മതി. അത് പറഞ്ഞല്ലോ, കണക്കായ കസര ഉണ്ടെന്നോ. ഇതാണ് സാധനം ഞാൻ പറഞ്ഞത്. അവിടെ ഒരുത്തം പാണ്ഡവം വെച്ചോണ്ടിരിക്കും. നോട്ടം കണ്ട
എനിക്ക് പേടിയാവും ഞാൻ നമ്മളോട് ഇരിപ്പുണ്ടല്ലോ പിന്നെ കൊള്ളാം. എന്റെ മണിയൊക്കെ കിലുങ്ങുന്നു. അതെന്നെ പറഞ്ഞു. എവിടെ നോട്ടം കണ്ടു ഞാൻ വന്ന പിന്നെ എവിടെ കണ്ട അതിന് പറഞ്ഞിട്ട് പോകാൻ വയ്യ. പക്ഷെ അതിന് അല്ലെങ്കിൽ നമ്മള് നോക്കിയേനെ അല്ലെങ്കിൽ അവിടെ നിങ്ങൾ രണ്ട് ഇതുപോലെയാണ് ഇരുന്നത്. അതുകൊണ്ട് നമ്മള് ഞാൻ നേരെ ഇവിടെ വന്നപ്പോ അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടു. അപ്പൊ ഞാൻ പേടിച്ച് താഴെ ഇറങ്ങി ആ വരവേ അങ്ങ് അപ്പുറത്ത് മടിച്ചു വീണ്ടും അവിടം വരെ പോയി. ഞാൻ ഇനി അങ്ങോട്ട് നടന്നു പറഞ്ഞാൽ വരുവോ? എവിടം വരെ പോണം? അങ്ങറ്റം വരെ ഉണ്ട്. ഞാൻ കൊണ്ടുവിടാം അങ്ങോട്ട്. മണിയിട്ട് കിളിക്കുന്നു കേട്ടോ. സമയന്മാരായിരിക്കും. അത് കന്നഡക്കാർ. ധർമ്മം കൂടെ അമ്മ, ധർമ്മം കൂടെ. ധർമ്മം ഇല്ല. തണ്ണി കൊടു, തണ്ണി. തണ്ണി വേണമെങ്കിൽ തരാം. കുപ്പിയിലെ ശനമെല്ലാം എടുത്തു. ധർമ്മം താ, ധർമ്മം. ഇല്ല ഇല്ല ഞങ്ങളുടെ ഒന്നുമില്ല. അവിടെ ഇരുന്നോ. ഞങ്ങളുടെ ഒന്നും ഇല്ല. എവിടെ എവിടെ പോണേ? ഞാൻ ഇനി തെങ്കാശി പോകും. ട്രെയിനിൽ വന്നാ? ട്രെയിനിൽ വന്ന്. എവിടെ സ്ഥലം? നമ്മള് കർണാടക. കർണാടക. அங்க எத்தி கிடந்து கிட்டுமா கிடக்கட்டுமா? அங்க கிடக்க வைக்கல. கிடக்கட்டுமா அங்க? ட்ரெயின்ல அந்த ட்ரெயின்ல கேറി அங்க போலாம். அங்க ரொம்ப சூடம். சூடா? ധർമ്മം ഒന്നും ഇല്ല സ്വാമി. സ്വാമി പോക്ക്. തണ്ണി കുടിച്ചോണ്ട് പൊക്കോ. മറ്റോ തുറന്നു. പൈസ കൊടു. ഇല്ല പൈസ ഇല്ല. പൈസ കൊടു. അയ്യോ പൈസ ഇല്ല. പൈസ ഇല്ല. പൈസ താ. ഒരു പൈസ ഇല്ല. अबार किसने पोसने? अबार से किसने पोसने की? नहीं नहीं. ऐसे को नहीं ना? नहीं. ये मैंने हाफ सुना. यार है ना? ഒന്നുമില്ല. या सर. പൈസ ഇല്ല. പോ कुड़ी सर. പോ. कुड़ी सर. പൈസ नहीं. സാപ്പാടിന് പൈസ ഇല്ല. കാശ് പാക്കട്ടോ? പാക്കറ്റില്ല. സാർ പൈസ കൊടു സാർ. സാർ പൈസ കൊടു. ഇങ്ങോട്ട് കേസൊന്നുമില്ലേ? അമ്മ ഇല്ല ഒന്നും. പോ അങ്ങോട്ട് പോ. മാല കിടക്കുകയല്ലേ കഴുത്തിലെ? പൈസ താ. സ്വർണ്ണം അല്ല. കൊണ്ട് പൈസ താ. സ്വർണ്ണം ഇല്ല. സ്വർണ്ണം തന്നെ. ഞാൻ ഒരു കൂടെ സ്വർണ്ണം ഞാൻ കൂടെ കൊണ്ടുപോകും. പൈസ താ. എന്റെ കയ്യിൽ ഇല്ല സ്വാമി. സ്വാമി പോ. പോണം. കുടിക്കാൻ തണ്ണി തന്നില്ലേ? ആ തണ്ണി സാപ്പിട്ടിട്ട് പോ. എന്റെ സ്ഥലം സാർ. എന്താ സ്ഥലം? ഇത് കേരള. ഇങ്ങിരുന്ന് വരാൻ? ഞാൻ കർണാടക. കർണാടക. ആ കർണാടക മദ്രാസ് പോയി ട്രെയിനിൽ വന്ന് ഇവിടെ നമ്മൾ കുറേ. ഇനി എങ്ങോട്ട് പോണേ? ഇനി ഞങ്ങൾ തെങ്കാശി. ഒരുപാട് പേരുണ്ടോ? ഞാൻ ഒറ്റയ്ക്ക് പോവും. ബാക്കിയുള്ളവർ എന്നെ അവരെ കൂട്ടൂല. അതെന്ത് കൂട്ടൂല? അതെന്ത് കൂട്ടാത്തത്? ഞാനേ ചാമുണ്ടി സേവിക്ക ആള്. ചാമുണ്ടി സേവിക്കുന്നത് ദുർമന്ത്രം. അതുകൊണ്ട് തന്നെ അവരെ കൂടെ കൂട്ടൂല. ഈ പൊക്കണത്തിൽ എന്ത്? കുളത്തില് നമ്മളെ കുട്ടിസാത്തൻ. കണ്ടിട്ട് മണിയൊക്കെ കണ്ടില്ലേ? മണിയൊക്കെ കിളിയുണ്ട്. എന്ത് ദുർമാന്ത്രം. പൈസ കൂടമ്മ. പൈസ ഇല്ല. കൊണ്ട് പൈസ താമ്മ. എന്റെ ഒന്നും ഇല്ല. കൊണ്ട് പൈസ താ. ഇല്ല ഇല്ല സ്വാമി. ഇല്ല സ്വാമി. ഇങ്ങോട്ട് വന്നില്ല. ഇല്ല പൈസ ഇല്ല. അമ്മ പൈസ താമ്മ. അമ്മ പൈസ താമ്മ. ഇല്ല പൈസ ഇല്ല. ഉള്ളു ഇല്ല പേഴ്സിലൊന്നും ഇല്ല. ഞാൻ പോകണം. പൈസ കരുവിട്ടില്ല. ഞാൻ എനക്ക് മുന്നാണ് ആരും പോവല്ലോ. എന്റെ മുമ്പൊന്നും ആരും പോവല്ലോ. പോയാ ഞാൻ കാലം ഉടക്കി ഇങ്ങ ഇടും. ഞാൻ ചേർന്നാണ് വിളിച്ചു. മന്ത്രം ചെയ്ത് കുട്ടിയെ ചാറ്റാൻ വിളിച്ച് വിടും. എനക്ക് കാശ് താനാ അല്ലെങ്കിൽ ചോറ് താ അല്ലെങ്കിൽ ഇത് താ. ഒന്നുമില്ല സ്വാമി. ഇങ്ങ ഒന്നുമേ ഇല്ല. കിടക്കാതെ നീ എടിച്ച് ഓടിയാ ഞാൻ കുട്ടിസാധനം ഇറക്കി വിടും. നീ ഇങ്ക പടഞ്ചി കിടക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നക്ക് അപ്പുറം ഒന്നും ചെയ്യാതെ ചൊല്ലത് മനസ്സിലാവുന്ന നമ്മുടെ വീടായിരുന്നെങ്കിൽ നമുക്ക് ചെയ്യായിരുന്നു. മനസ്സിലാവണമാ.
நம்ம வீடல்ல வீடுல இங்க ஆளு സ്വാമി ഇത് എങ്ക ഊരല്ല நம்ம இங்க பணிக்கு வந்ததா എന്റെ ഊര് ഞാനിവിടെ ജോലിക്ക് വന്നതാ. ആണ്. ആ എങ്കിലും സാപ്പാട് കളിക്കില്ലയാ? ഇല്ല, அதெல்லாம் நம்மள நேத்து ഞങ്ങൾ കഴിച്ചു, സാപ്പിട്ടു. സാപ്പിട്ട് ഓ ഇനി സാപ്പാട് ഇല്ലയാ? ഇല്ല. രാത്രി സാപ്പാടില്ല? ഇല്ല അരണ്ട് സാപ്പാട് കളിക്കൂലേ? ഇല്ല, എല്ലാം ഷുഗറൊക്കെ ഉള്ളതുകൊണ്ടാർക്കും ആഹാരം വേണ്ട. തന്നെയോ? ആ ആഹാരം എല്ലാം കൂടെ എനക്ക് താ. നിനക്ക് ഷുഗറൊന്നും പ്രശ്നമല്ല. എവിടെ നിർത്തി കൊടുക്കാൻ? സ്വാമി പോ സ്വാമി, போய் போய் പോകാൻ പറഞ്ഞില്ലേ? നീ ആര്? ആ? നീ ആര്? ഞാൻ ആരെന്ന് അറിയണോ? போ 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 അല്ല അടിയിട്ടും പോ. ജസ്റ്റ് ഒന്ന് അപ്പുറത്തൊക്കെ നിൽക്കരുത്, അങ്ങോട്ടും പൈസ താ. മാറ്. ഇല്ല, മാറിയുന്നേ ഇങ്ങോട്ട് മാറിയുന്നേ. പൈസ താ. പൈസ ഇല്ല, ഞങ്ങൾ പഠിക്കാൻ പോയിട്ടല്ല, പൈസ ഇല്ല കയ്യിൽ. നിങ്ങൾ ഏത് സ്കൂളിൽ പഠിക്കണ്? ഇവിടെ അടുത്ത സ്കൂളിൽ സ്കൂളിൽ പഠിക്കണ? ஸ்கூல் 10ാം ക്ലാസ് കുട്ടിയാ? എക്സാം കഴിഞ്ഞ് വന്നിരിക്കണം എഴുത്ത് വന്നിരിക്കുന്നു. തന്നെ? അമ്മ ഇപ്പൊ വരും വിളിക്കാനായിട്ട്. നിങ്ങളുടെ കുഴന്തയാ? കണ്ടാപ്പുറിയല്ലേ? പരീക്ഷ ജയിക്കുമോ ഇപ്രാവശ്യം? പ്രാവശ്യം നീ തോക്കും. നീ തോക്കും. കയ്യിൽ കാശ് വെച്ചിട്ട് എനക്ക് തരാതെ നീ തോത്തു പോവും. ഈ കുടിച്ച് സാത്താ വെള്ളം കൂടെ. குட்டிசாத்தா, ഇവിടെ யாருக்கு கிட்டையும் காசு இல்லைன்னு சொல்லுது. யார காயில பாக்கெட்ல காசெல்லாம் இருக்கு, அதெல்லாம் இங்க எந்த மடியிலே வரட்டும். വേണ്ട എനിക്ക് വയ്യ. ഹരി ക്യാമറ എടുത്ത ഹരി. എങ്ങോട്ട് ഓടി? എനിക്ക് വയ്യ. പൊട്ടിക്കും എറി മക്കളെ. എന്റെ കയ്യിൽ വിട്ടു പോയെന്തിനാ? പൈസ തരൂലേ? കമ്മൽ തരേ. കമ്മല കമ്മല. കടങ്ങടുത്ത് ചിരിക്കല. ട്രെയിനിൽ പോണം. ഒളിച്ചിക്കണോ? അങ്ങ് പോണം. അങ്ങ് പറഞ്ഞ ട്രെയിനിൽ പറഞ്ഞു വിടാം, കയറ്റി വിടാം. മറ്റേ വണ്ടി വരാൻ സമയമായ അതുവഴി ഞാൻ കയറ്റി അങ്ങോട്ട്. അതിലെ കയറ്റി അവിടെ കയറ്റി വിടാം. അതുവഴി കയറ്റി പേരെന്താ ചിരിക്കണേ? പേരെന്താ? ശാലിനി. ശാലിനി ചേച്ചി, ഞാൻ പറയണ കേക്ക്. ചേച്ചി പേടിക്കണ്ട. ചേച്ചി ഇത് ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞു പേടിക്കണ്ട. ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമാണ്. ഓടുക. ഇത് ആർട്ടിസ്റ്റാണ്. ഇത് റെയിൽവേയിലെ ജോലിക്കാരൊന്നുമല്ലോ. നോക്ക്.
highlight ആയി. അത് പറ, ഇങ്ങനെ original. അല്ല സംസാരിക്കാൻ ഇങ്ങനെ വന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് അങ്ങനെ ഞാൻ ഒന്ന് നോക്കിയിട്ട് മൈൻഡ് ചെയ്യാതെ ഞങ്ങളിത് നിൽക്കുന്നത് ധനുവച്ചപുരം റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താണ്. അപ്പോൾ സെലീന ആണ് ഞങ്ങളിന്ന് പ്രാങ്ക് ചെയ്തത്. പുള്ളിക്കാരി ഇവിടെ വരാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് നിലവിലൊരു ജോലിയുണ്ട്, പക്ഷെ അത് പോരാ. അപ്പോൾ ഞങ്ങളൊരു ജോലി കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് വിളിച്ചു വരുത്തിയത് അല്ലേ? അതെ. അപ്പൊ എന്ത് തോന്നി വന്നപ്പോഴത്തേക്കും വലിയ ഇതിനെക്കുറിച്ച് ആദ്യം ഒന്നും അറിയാൻ പാടില്ലായിരുന്നു. പിന്നെ പെട്ടുപോയത്. എന്നെ കണ്ടപ്പോൾ പേടിച്ചിരുന്നു. നല്ലോണം പേടിച്ചു. അടുത്ത് വന്നിട്ട് ഇങ്ങനെ വിശക്കണ ഒന്നിൽ പൈസ താ അല്ലെങ്കിൽ ആഹാരം എന്താന്ന് ചോദിച്ചെങ്കിൽ അടുത്തടുത്ത് വന്നപ്പോഴത്തേക്കും ശരിക്കും എന്തോ ഒരു ഭ്രാന്തന്റെ ആ ഒരു അവസ്ഥയില്. പക്ഷേ ഒരു ഇവരെയൊക്കെ ഭസ്മമായിട്ട് ഇവര് വീണപ്പം കുറച്ചുകൂടെ പേടിച്ച കുട്ടിച്ചാത്തൻ സേവയല്ലേ, അപ്പൊ അതിനെക്കുറിച്ച് കുറച്ചൊരു ധാരണയൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ മിക്കവാറും അങ്ങനെയൊക്കെ അതിലൊക്കെ വിശ്വാസം ഉണ്ടല്ലേ? അപ്പൊ ഇത് വീണ് പിന്നെ അനീഷ് വീണ് തെണീറ്റ് അപ്പൊ എനിക്കൊരു ഭയമായി, പേടി തോന്നി. കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് അനീഷാണ് ഇപ്പൊ വീണ്ടും നമ്മളെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത്. അപ്പൊ ഇന്നത്തെ പ്രാങ്കിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയത് അജീഷിന്റെ വീടായിരുന്നു. താങ്ക്സ്. പിന്നെ കൂടാതെ ബാബുവും റെനിയും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കുറച്ച് സമ്മാനങ്ങളുണ്ട്, വാങ്ങണം. ആദ്യം ബിഗ് പ്രാങ്ക്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ഗ്രേസൺ ഇൻഫോ സിസ്റ്റം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് മണ്ണാർക്കോണം വട്ടിയൂർക്കാവ് നൽകുന്ന സമ്മാനം. കോശി യൂറേഷ്യ ട്രാവൽ അയർലൻഡ് നൽകുന്ന സമ്മാനം. ബിഗ് പ്രാങ്ക്സ് നൽകുന്ന സമ്മാനം. സന്തോഷമായി. കല്ലെറിയാൻ വേണ്ടി നോക്കില്ല, കല്ലെറിഞ്ഞു കൊന്നളഞ്ഞാൽ അവിടെ കടന്ന് ഞാൻ വിചാരിച്ച് കിട്ടട്ടെ എന്ന് വിചാരിച്ചു ഞാൻ മുന്നോട്ട് ചാടി. അപ്പോഴും രക്ഷപ്പെടുത്താൻ ബാവണ്ണം വന്നോണ്ടാണ്. ശരിയാ, ആ ചേട്ടൻ വന്ന് ഇങ്ങനെ ഇടയ്ക്ക് നിന്നത് കൊണ്ട് സാറ് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഏറ് കറക്റ്റായിട്ട് കിട്ടിയേനെ. അപ്പൊ ശരി, ഓക്കേടാ, ശരി.